അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ഔഷധകഞ്ഞി ഉണ്ടാക്കാം. മുതിരക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. മുതിര അല്ലെങ്കിൽ ഹോഴ്സ്ഗ്രാം എന്നും പറയും. ജോയിന്റ് പെയിൻ ഉള്ളവർക്ക്, യൂറിക് ആസിഡ് പ്രോബ്ലം ഉള്ളവർക്കും ഒക്കെ മുതിര നല്ലൊരു ഔഷധമാണ്. എന്നാൽ നമുക്ക് ഔഷധകഞ്ഞി ഉണ്ടാക്കാം. അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മുതിരക്കഞ്ഞിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉണക്കലരി ആണ്. നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കണം, പച്ചരി അല്ല, ഉണക്കലരി. നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും, ആയുർവേദ കടയിലാണെങ്കിലും കിട്ടും. ഇത് ഉണക്കലരി അല്ലെങ്കിൽ ഞവര അരി മേടിക്കാൻ കിട്ടും, അതാണെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് തവിടൊക്കെ ഉള്ള തരം അരി ആയിരിക്കണം. 1 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ മുതിര നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം കേട്ടോ. ഇത് ഇപ്പോൾ കുതിർത്താത്ത മുതിരയാണ്. ഞാനിവിടെ കുതിർത്തി വച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്തി വച്ചിരിക്കുന്ന മുതിരയാണിത്. പിന്നെ കുറച്ച് ജീരകം, 2 സ്പൂൺ ജീരകം ഉണ്ട്, 2 ടീസ്പൂൺ ജീരകം. ഉലുവ, ഇതൊരു 2 ടീസ്പൂൺ ഉലുവയുണ്ട്. ഇത് ആശാളി, ചെറുതരം എള്ളിനേക്കാളും കുറച്ചുകൂടെ ചെറുതരം അരികളാണ് ആശാളി എന്ന് പറയുന്നത്. ഇത് ആയുർവേദ കടയിലും മേടിക്കാൻ കിട്ടും. പിന്നെ കുറച്ച് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയുമാണ് മുതിരക്കഞ്ഞിക്ക് വേണ്ട സാധനങ്ങൾ. മുതിര എന്ന് പറയുന്നത് പയറുവർഗ്ഗങ്ങളിൽ വെച്ച് ഏറ്റവും ഗുണം കൂടിയ ഒന്നാണ്. അത് മാത്രമല്ല, ഇതിന് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര വെന്ത് കഴിഞ്ഞാലും ഇത് മറ്റു ചെറുപയറോ വൻപയറൊക്കെ പോലെ അങ്ങ് കുഴഞ്ഞു കൂടില്ല. ഇത് പയറായത് മുതിര അതുപോലെ തന്നെ കിടക്കും. വെന്തിട്ടുണ്ടാകും, പക്ഷെ ഇങ്ങനെ കുഴഞ്ഞു കൂടി അങ്ങ് പോകില്ല എന്നുള്ളതാണ്. എന്നാലും നമ്മളൊന്ന് കുതിർത്തിട്ട് വേണം ഇത് എന്തിനായാലും എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് ആശാളി എന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്നാണ്. ഇത് ഞാനൊരു ഉലുവ ഉണ്ടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആശാളിയൊക്കെ ഇട്ടിട്ടാണ് ഉലുവ ഉണ്ട ഉണ്ടാക്കിയേക്കണത്. അന്നേരത്ത് അതിലൊരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്, ആശാളി എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഗാർഡൻ ക്രസ് സീഡ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയണത്. നമ്മളിപ്പോൾ ആയുർവേദ കടയിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് എടുത്ത് തന്നോളും. ഇത് എള്ളിനേക്കാളും വളരെ ചെറുതാണ്, ചെറിയ ഒരു സീഡാണിത്. എന്താ കണ്ടോ, കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ചെറിയൊരു ബ്രൗൺ നിറത്തിൽ തന്നെയാണ്. എള്ള് കറുത്തതാണെങ്കിൽ ഇത് ചെറിയൊരു ബ്രൗണിഷ് കളറിലുള്ളതാണ്. അരി ഒന്ന് കഴുകണം. അരിയുടെ കൂടെ തന്നെ നമുക്ക് ഈ ഉലുവയും ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ജീരകവും ഇട്ടേക്കാം. അരി ഉലുവയും ജീരകവും കൂടെ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഒന്നും കഴുകരുത്, 1-2 പ്രാവശ്യം മാത്രം കഴുകിയാൽ മതി. അതിൽ തവിടൊന്നും അങ്ങനെ അരിയിലുള്ള തവിടൊന്നും പോവാത്ത രീതിയിൽ വേണം കഴുകിയെടുക്കാനായിട്ട്. കഞ്ഞിക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കാം. കുതിർത്തി വെച്ചിരിക്കുന്ന മുതിരയും കൂടെ അരിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു മീഡിയം തീ വെച്ചിട്ട് വേണം നമുക്ക് ഈ അരി വേവിച്ചെടുക്കാനായിട്ട്. അരി കുതിർത്താനൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കുതിർത്തിയിട്ട് വയ്ക്കണത് നല്ലതാണ്. ഈ മൺകലം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉപയോഗിക്കാറുള്ള ഒരു മൺകലമാണ്. പുതിയ കലമൊക്കെ വാങ്ങുന്നവർ കലം ഒന്ന് മയക്കി എടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ മണ്ണിൻ്റെ ഒരു ചുകയുണ്ടാവും. ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു മണ്ണിൻ്റെ ചുകയുണ്ടാവും പുത്തങ്കലങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ ഔഷധക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് അരിയും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ
ഉലുവയെല്ലാം ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അത് തിളച്ച് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരു മീഡിയം തീ വച്ചിട്ട് വേണം കത്തിക്കാനായിട്ട്. തിളച്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകുമല്ലോ. അതുകൊണ്ട് കഴിയുന്നത് തിളച്ച് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കയ്യിൽ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മൂടി വയ്ക്കാതെ ഇരിക്കുക, എന്നിട്ട് ഒരു കയ്യിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിലും വെള്ളം നമ്മൾ ആദ്യമേ തന്നെ ഒരു ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കൂടുതൽ, കഞ്ഞിയായിട്ടാണല്ലോ എടുക്കുന്നത്, അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം കണക്കാക്കി നമ്മൾ ഒഴിച്ചിട്ട് വേണം വയ്ക്കാനായിട്ട്. പിന്നെ നമ്മളിത് വെന്ത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളം ഒന്നും ഒഴിക്കരുത്. പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടായ വെള്ളം ഒഴിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മുടെ അരി വേവാറായിട്ടുണ്ട്, കഞ്ഞിക്കുള്ള അരി വേവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഈ ആശാളി ഇട്ട് കൊടുക്കാം. നമ്മൾ അടപ്പത്തുനിന്ന് വാങ്ങണതിന് മുൻപായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഈ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി പ്രതിരോധ ശേഷിയൊക്കെ കിട്ടുന്നതിന് വളരെ നല്ലതാണ്. മഴക്കാലത്ത് ഈ അസുഖങ്ങളൊക്കെ കൂടുതലുള്ള സമയമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഒരു പ്രതിരോധ ശേഷി കിട്ടുന്നതിന് മഞ്ഞൾപ്പൊടിയുടെ ഉപയോഗമൊക്കെ കുറച്ച് കൂട്ടുന്നത് നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയൊരു അരമുറി തേങ്ങ അത്രയും ചേർത്തിയതാണ്. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മുതിരയും വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തേങ്ങ ഇട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപ്പാണ് ഇടുന്നത്. ഇനി മധുരം ഇടണം എന്നുള്ളവർക്ക് ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടിയോ ഉപയോഗിക്കാം. കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ മുതിര തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഒരു 2-3 ചുള ചുവന്നുള്ളി ഉണ്ട്. ഇതൊന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുക്കണത് ഇപ്പം കഞ്ഞി വാങ്ങിയ അടുപ്പിൽ തീ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം. പിന്നെ കായം, എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഉണക്കമുളക് എടുത്താലും മതിയാകും. പിന്നെ കുറച്ച് പുളി വേണം, ഉപ്പ്, ഇത്രയാണ് വേണ്ടത്. അത് നമുക്ക് ആ മുതിരയൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഉള്ളീനെ ചുടാൻ വയ്ക്കാം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പപ്പടം കുത്തണ കമ്പിയാണ്, അതിലേക്ക് കോർത്ത് എടുത്തേക്കാണ് ഉള്ളീനെ. അപ്പോൾ ഈ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലാതെ വെറുതെ ഇട്ടാലും അത് വെന്ത് വന്നോളൂ കേട്ടോ. ഇനി ചീനച്ചട്ടി ചൂടായിട്ട് മുതിര ഇട്ട് കൊടുക്കാം. ഉള്ളി വെന്തോന്ന് നോക്കാം. മുതിര ഓരോന്നൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി ഇതേ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് പോവാൻ പാകത്തിന്. മുതിരയും വറുത്ത് പാകത്തിനായിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം. ഈ ഉള്ളി ചുട്ടതിൻ്റെ പുറത്തേക്കടെയുള്ള ആ കത്തിയ തൊണ്ടുണ്ടല്ലോ, അതൊന്നും അങ്ങോട്ട് പൊളിച്ച് കളയാം. ഇട്ട് കൊടുക്കാം. പിന്നെ മുതിര, കാന്താരി മുളക്, പിന്നെ പുളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. കായം, ഒരു കുറച്ച് കായം, കട്ടക്കായ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ പൊടിയാണ് ഞാൻ ഇടുന്നത്. വളരെ കുറച്ചിട്ടാൽ മതിയാവും. അല്പം വെള്ളം, ഒത്തിരി വെള്ളമൊന്നും ആവരുത്. ഇതൊന്ന് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടിങ്ങനെ ഉതിർന്ന് ഇരിക്കണം.
അത്രയും മാത്രം മതിയാവും. കുഴഞ്ഞ പോലെ ഇരിക്കരുത്. അപ്പം അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത്രയും ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി പൊടി പോലെ തന്നെ ഇരിക്കാം, തീരെ അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഇതുപോലെ കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഒത്തിരി വെള്ളത്തിൽ അങ്ങനെ കുഴഞ്ഞിരിക്കാൻ പാകത്തിനും എടുക്കരുത്. മുതിര ചമ്മന്തി മുതിര കഞ്ഞിയും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുതിരക്കഞ്ഞിയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുതിരക്കഞ്ഞി ജോയിൻറ്റ് പെയിനൊക്കെ വളരെ നല്ലതാണ്. ആയുർവേദ ഡോക്ടർമാർ തന്നെ പറയുന്ന ഒന്നാണ് മുതിരക്കഞ്ഞി. ഈ രീതിയിലാണ് തയ്യാറാക്കേണ്ടത്. അതിൽ വർഷക്കാലത്തല്ലാതെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കുറച്ച് മുരിങ്ങയുടെ ഇലയും കൂടി ഇടുന്നത് നല്ലതാണ്. വർഷക്കാലത്ത് മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പം അല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലൊരു പിടി മുരിങ്ങയിലയും കൂടെ ചേർത്തിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങണതിന് തൊട്ട് മുൻപ് ഇട്ട് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.